വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ തിരുവചനങ്ങൾ. നമ്മൾ ഇന്ന് ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുക. അതിനോടനുബന്ധിച്ച് വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണെന്ന് എലിസബത്ത് ഉദ്ഘോഷിക്കുക. പരിശുദ്ധ അമ്മയുടെയും അമ്മയുടെ ഉദരത്തിലുള്ള യേശുവിൻ്റെയും സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവിന് വരെ ആനന്ദം പ്രദാനം ചെയ്യുന്ന സാന്നിധ്യമായി മാറുന്ന പരിശുദ്ധ അമ്മ. ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന എലിസബത്തും നമുക്ക് പാഠം തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് ജപമാലയിലൂടെ എന്നും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്നുണ്ടോ? നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യം ശനികരയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.